പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് GST കൗൺസിൽ അംഗീകാരം നൽകി. 5%, 18% സ്ലാബുകൾ മാത്രമാണ് ഇനി ഉണ്ടാകുക. 12%, 28% സ്ലാബുകൾ ഒഴിവാക്കി. ഇരട്ട നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, നേരത്തെ പ്രഖ്യാപിച്ചതിനുടൻ തന്നെ പ്രാബല്യത്തിലേക്ക് വരുന്നു. വലിയ ആശ്വാസം. ആകെ 2 സ്ലാബുകൾ മാത്രം. എന്തിനൊക്കെ വില കുറയും, എന്തിനൊക്കെ വില കൂടും? സുഹൈൽ, GSTയുടെ പുതിയ ഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ് ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ GST കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു നേരത്തെ ധനമന്ത്രാലയം അറിയിച്ചിരുന്നത്. എന്നാൽ ആദ്യ ദിവസത്തെ യോഗത്തിന് ശേഷം തന്നെയാണ് അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് ഈ GST കൗൺസിൽ അംഗീകാരം നൽകിയ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ മുൻനിർത്തിയുള്ള ഒരു തീരുമാനമാണ് GST കൗൺസിൽ യോഗത്തിൽ എടുത്തിരിക്കുന്നത് എന്നും ഈ എല്ലാ ധനമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം അത് നടപ്പിലാക്കിയെന്നുമാണ് നിർമ്മല സീതാരാമൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും എന്നാണ് പ്രഖ്യാപനം. ഷാംപൂ, സോപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 5% GST നികുതി ഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ, പ്രധാനമായും ഉത്തരേന്ത്യയിലടക്കമുള്ള ഇടങ്ങളിലെ പ്രധാന ഭക്ഷ്യവസ്തു പനീർ, ഒപ്പം തന്നെ ഇന്ത്യൻ ബ്രെഡ് വിഭാഗത്തിൽപ്പെടുന്ന ചപ്പാത്തി, റൊട്ടി അടക്കമുള്ളവയ്ക്ക് GST ഒഴിവാക്കുന്ന ഒരു തീരുമാനവും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ചോക്ലേറ്റ്, കാപ്പി എന്നിവയ്ക്ക് 5% GST നിരക്ക് ആയിരിക്കും. കൂടാതെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV, ഡിഷ് വാഷർ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് 18% ആയിരിക്കും GST നിരക്ക് എന്നും കാർഷികോപകരണങ്ങൾക്ക് 5%, അത് ട്രാക്ടറുകൾ ഉൾപ്പെടെ കാർഷികോപകരണങ്ങൾക്ക് 5% GST നിരക്കായിരിക്കും ഇനി മുതൽ ഉണ്ടാകുക. സിമന്റിന് 18% GST നിരക്ക് കുറച്ചിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് GST ഒഴിവാക്കിയിരിക്കുന്നു. ചെറു കാറുകൾക്കും ഒപ്പം തന്നെ 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും 18% GST ആയിരിക്കും. കരകൗശല വസ്തുക്കൾ, മാർബിൾ തുടങ്ങിയവയ്ക്ക് 5% GST ആക്കിയിട്ടുണ്ട്. കൂടാതെ അതേസമയം തന്നെ പുതിയ ഒരു നികുതി ഘടന പാൻ മസാല. എന്തായാലും സമൂല മാറ്റമാണ് GST ഉണ്ടായിരിക്കുന്നത്. 5, 18 ഈ 2 സ്ലാബുകൾ മാത്രമായിരിക്കും സാധനങ്ങൾക്ക് ഉണ്ടാവുക. 28% വരുന്ന ഒരുപാട് നികുതി വസ്തുക്കൾ 18% മാറുന്നു. 5% GST ഉണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളടക്കം, ചപ്പാത്തി അടക്കം, ഈ കടലയടക്കം, അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം GSTയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, GST ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരനെ, ഒരു പൊതു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ GST സ്ലാബുകളാണ്. ബൽറാം, ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ 2 സ്ലാബുകൾ മാത്രമാകുന്നു. അതിനപ്പുറത്തേക്ക് 28% GST ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പല വസ്തുക്കളും 18ലേക്ക് ചുരുങ്ങുന്നു. 5% GST ഉണ്ടായിരുന്ന പല വസ്തുക്കൾക്കും, അത് ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനെയൊക്കെ GST നിന്ന് പരിപൂർണമായി ഒഴിവാക്കുന്നു. ഒരു വലിയ വരുമാന നഷ്ടം ഉണ്ടാകും, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകൾക്കടക്കം. അതിനൊരു കോമ്പൻസേഷൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഏതെങ്കിലും തരത്തിൽ സെസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ചിന്ത നിലവിലുണ്ടോ? പ്രതിപക്ഷ ധനകാര്യമന്ത്രിമാരുടെ അടക്കം ഒരു പ്രതിഷേധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഈ ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ടോ? സുഹൈൽ, ഈ ഒരു GST കൗൺസിലിൽ സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും എന്ന് തന്നെയാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം ഈ ഒരു ഇരട്ട നികുതി ഘടന നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന ആശങ്ക എന്നുള്ളത് വലിയ നികുതി നഷ്ടം, വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഈ പുതിയ നികുതി ഘടനയിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിന് 8,000 കോടി രൂപയോളം, അല്ലെങ്കിൽ 8,000 കോടിക്കും 15,000 കോടിക്കും ഇടയിൽ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടം നികത്താനുള്ള ഒരു പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം
GST കൗൺസിലിന് മുന്നിൽ വച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഈ പാക്കേജ് അനുവദിക്കുമോ എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഈ ഒരു നികുതിയുടെ ഗുണം ലഭിക്കുമ്പോഴും സംസ്ഥാനങ്ങളുടെ ക്കുണ്ടാകുന്ന നികുതി നഷ്ടം എന്നുള്ളത് അത് സംസ്ഥാനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതാണ്. നിലവിൽ തന്നെ GST നടപ്പാക്കിയതിനു ശേഷം വലിയ മാറ്റം സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇത്തരത്തിൽ ഒരു ഇരട്ട നികുതി ഘടന നടപ്പാക്കുമ്പോൾ അത് വീണ്ടും ആ വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നും അതിലൂടെ ഉണ്ടാകുന്ന കുറവ് നികത്താനുള്ള മറ്റ് മാർഗങ്ങൾ നടപ്പാക്കണം എന്നുമുള്ള ആവശ്യമുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് GST കൗൺസിലിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 40% എന്ന ഒരു പുതിയ നികുതി ഘടന കൂടി നടപ്പാക്കിയിരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള പാപ ഉൽപ്പന്നങ്ങൾ എന്ന ഗണത്തിലാണ് ഈ ഒരു 40% നികുതിയിൽ ഉൾപ്പെടുന്നത്.